ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് സജിന ഫിറോസ്, റസൂൽ പൂക്കുട്ടി ലൂപ്പ്. ഇതൊരു അലമ്പ് ടോപ്പിക്കാണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ആരെയും ഞാൻ ഇത് കാണണമെന്ന് പറയില്ല. കുറച്ചധികം ദിവസങ്ങളായിട്ട് സജിന, ഫിറോസ്, റസൂൽ പൂക്കുട്ടി അറിയാലോ, മലയാളിയായിട്ടുള്ള ആദ്യത്തെ ഓസ്കാർ ജേതാവ്. ഇദ്ദേഹമൊക്കെ എങ്ങനെ ഈ അലവലാതി ടീംസിന്റെ ഇടയിൽ പോയി പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനൊക്കെ ഒരു ഇന്റർനാഷണൽ വാല്യൂ ഒക്കെ നമ്മൾ കൊടുത്തു വെച്ചിരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. ഇനിയിപ്പോ സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, പട്ടി നോക്കിയ പാൽപ്പായസം ആ അവസ്ഥയാണ് ഇപ്പൊ റസൂൽ പൂക്കുട്ടിയുടെ അവസ്ഥ. അറിഞ്ഞുകൊണ്ട് തന്നെ പോയി പെട്ടതാണല്ലോ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ലൂപ്പി കടന്ന് കറങ്ങുക, അനുഭവിക്കുക എന്നുള്ള അല്ലാതെ ഒന്നും പറയാനില്ല. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വിവരിക്കാം കാര്യം എന്താണെന്ന്. നമ്മുടെ സജിന ഫിറോസിന്റെ മുൻ ഭാര്യ, ഇവര് ലീഗലി ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല. സജിന ഫിറോസ് എങ്ങനെയാണ് ഫേമസ് ആയത് നിങ്ങൾക്ക് അറിയായിരിക്കും. സീസൺ 3 ബിഗ് ബോസിൽ ഇവർ വരികയും ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരികയും ഒരു 10-69 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ തന്നെ അടിച്ച് പുറത്താക്കുകയും ചെയ്ത അങ്ങനെ ഫേമസ് ആയ ഒരു ദമ്പതികളാണ് സജിന ഫിറോസ്. എന്നിട്ട് 2023 അവസാനത്തോടെ ഒരു വാർത്ത വരുന്നു, ഇവർ ഡിവോഴ്സ് ആവാൻ പോവുകയാണ്, ഇവർ സെപ്പറേറ്റഡ് ആയി എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത വന്നു. അതിനുശേഷം സജിന ഒരുപാട് സീരിയലുകളിൽ ഒക്കെ കണ്ടു. ഏഷ്യാനെറ്റ് അകത്ത പല സീരിയലുകളിലും സജിന സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഫിറോസ് എന്തെങ്കിലും കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കി ഇന്റർവ്യൂ എടുക്കുന്നതല്ലാതെ ഫിറോസിനെ എന്തെങ്കിലും കാണാറില്ല. എന്താണെങ്കിലും ഡിവോഴ്സ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായ സജിനയ്ക്കാണെന്ന് പുള്ളിക്കാരത്തിയുടെ ഗ്രോത്ത് കണ്ടപ്പോൾ മനസ്സിലായി. വാട്ട് എവർ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോഴത്തെ ടോപ്പിക്കിലോട്ട് വരാം. സജിന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടു. റസൂൽ പൂക്കുട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ആണ് ഇട്ടത്. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് മാത്രമല്ല, ഇവരൊരു ലൈവിനകത്ത് വന്ന് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ഈ ഒരു സാധനം, സജിനയും റസൂൽ പൂക്കുട്ടിയും തമ്മിൽ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റം എസ്കലേറ്റ് ആയി സോഷ്യൽ മീഡിയയിലോട്ട് വന്നത്. ഇതിന് വഴി വെച്ച് കൊടുത്തതും സജിന തന്നെയാണ്. ഈ റസൂൽ പൂക്കുട്ടിയും സജിനയും തമ്മിലുള്ള ഈ ഐറ്റംസ് ഒക്കെ ഫിറോസിന് അറിയാമായിരുന്നു. ഫിറോസ് പലപ്പോഴായിട്ട് തന്റെ വീഡിയോസിൽ അവിടെ ഇവിടെയും തൊടാതെ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി ഒരു വീഡിയോ ചെയ്ത സമയത്ത് പുള്ളി വന്ന് പറയുന്നുണ്ടായിരുന്നു, കേരളത്തിൽ ഇങ്ങനെ ഒരു ഫയൽസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പല മാന്യന്മാരുടെയും മുഖം മൂടി കീറി വീഴുമെന്ന്. അതിന്റെ അടിയിൽ പോയിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് കമന്റ് ഇടുകയും ചെയ്തു അത് കുട്ടി ഫയൽ ആണോ എന്ന്. അതൊരു 2-3 മാസം മുമ്പ് നടന്നൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ സജിന ഈ ഒരു ഫോട്ടോകൾ ഇട്ട സമയത്ത് ആൾക്കാർക്ക് മനസ്സിലായി കുട്ടി ഫയൽസിലെ കുട്ടി ആരാണ്, നമ്മുടെ റസൂൽ പൂക്കുട്ടിയാണെന്ന്. ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ തന്നെ ഫിറോസും റസൂൽ പൂക്കുട്ടിക്ക് എഗനിസ്റ്റ് സംസാരിച്ച കുറെ വീഡിയോസ് അന്നേരം വൈറലാവുന്നു. ഒരു വേദിയിൽ വെച്ച് ഫിറോസ് പോയിട്ട് റസൂൽ പൂക്കുട്ടിയെ പിടിച്ചു നിർത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, കേരള സ്റ്റേറ്റ് ഫിലിം അക്കാദമിയുടെ കറണ്ട് ചെയർമാൻ റസൂൽ പൂക്കുട്ടിയാണ്. ഇദ്ദേഹം വെറും പാഴാണെന്നുള്ള രീതിയിലൊക്കെ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഫിറോസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്ന് കാര്യം ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സജിന ഈ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഫിറോസ് അന്ന് പൂക്കുറ്റിയെ പറ്റി ഈ രീതിയിൽ പോകൃതനം പറഞ്ഞതെന്ന് ആളുകൾക്ക് മനസ്സിലായി. ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം ഫിറോസ് പല വീഡിയോസും തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു തുടങ്ങി. ഡയറക്റ്റ് അങ്ങോട്ട് അറ്റാക്ക് ആയിരുന്നില്ല. ഇയാൾ വലിയ പിടിപാടുള്ള ആളുകളാണ്, ക്യാഷ് ഉള്ള ആളുകളാണ്, ഇവരെ താഴെ ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ ഫൈറ്റ് ചെയ്ത് ഇയാളെ താഴെ ഇറക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഫിറോസിന്റെ ഒരു ലൈൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റസൂൽ പൂക്കുറ്റി കാരണമാണ് സജിനയും ഫിറോസും തമ്മിൽ ഡിവോഴ്സ് ആയത് എന്നുള്ള ഒരു ലൈനാണ് ഫിറോസ് തന്റെ വീഡിയോസിനകത്ത് പിടിച്ചത്. എന്നാൽ ഈ ഒരു കാര്യം സജിനയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫിറോസ് ടാർഗറ്റ് ചെയ്തത്, സജിനയേക്കാൾ കൂടുതൽ ടാർഗറ്റ് ചെയ്തത് പൂക്കുറ്റിയാണ്. പൂക്കുറ്റിയുടെ കുറ്റി തെറിക്കുമെന്നായ സമയത്ത് സജിന ഇപ്പോൾ ഒരു വലിയ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 3 പാർട്ടൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരത്തി ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ആ വീഡിയോ കറന്റ് പുള്ളിക്കാരത്തിയുടെ സോഷ്യൽ മീഡിയസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറോസിന്റെ ചാനൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഫിറോസും ഈ പൂക്കുറ്റിയെയും സജിനയൊക്കെ വെച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോയും ഫിറോസും മുക്കിയിട്ടുണ്ട്. അറിയാമല്ലോ, സോഷ്യൽ മീഡിയ ആണ്, ഒരു സാധനം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ നിൽക്കില്ല. പല ആൾക്കാരും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കും, പല രീതിയിലും അതങ്ങ് പൊക്കോളും. നിങ്ങൾ ഇനി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോവില്ല. സജിനയുടെ ഈ ഒരു വീഡിയോയിൽ പുള്ളിക്കാരത്തി കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. മെയിനായിട്ട് ഈ ഫിറോസ് സജിനയെടുത്ത് കാട്ടിക്കൂട്ടിയ പോക്രിത്തരങ്ങൾ, ഫിറോസിന്റെ അവിഹിത കഥകൾ, എന്തായിരുന്നു ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവാനുള്ള റീസൺ, പൂക്കുറ്റി നിരപരാധിയാണ്, പൂക്കുറ്റി അല്ല അതിനൊരു റീസൺ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സജിന ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഒരു 3 പാർട്ട് വീഡിയോ ഉണ്ട്, ഒരു 19 മിനിറ്റ് ഉണ്ട് എല്ലാം കൂടെ. ഇതിനകത്ത് കൂടുതലും ഈ ഫിറോസിന്റെ അവിഹിതങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിനകത്ത് വലിയ വലിയ അലിഗേഷൻസ് വരുന്നുണ്ട്. 17 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളുടെ അടുത്ത് വരെ ഇയാൾ പ്രണയം നടിച്ച് റൂമിൽ കൊണ്ടുപോയിട്ട് സെക്ഷലി യൂസ് ചെയ്തു എന്ന് വരെ അലിഗേഷൻസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. സജിനയും ഫിറോസും തമ്മിൽ ജീവിച്ചിരുന്ന സമയത്ത് സജിന നേരിട്ട് പൊക്കിയിട്ടുള്ള അവിഹിത ബന്ധങ്ങളും പുള്ളിക്കാരത്തിന്റെ എക്സ്പീരിയൻസ് അടക്കം ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഇവര് കല്യാണം കഴിച്ചൊരു ഹിസ്റ്ററി പറയുന്നുണ്ട്. സജിനയുടെയും ഫിറോസിന്റെയും സെക്കൻഡ് മാരേജ് ആണ്. രണ്ടുപേരും മുൻപ് കല്യാണം കഴിക്കുകയും രണ്ടുപേർക്കും ഒരു കുട്ടിയുള്ളതുമാണ്.
കല്യാണത്തിന് ശേഷം ഈ മകളെയൊക്കെ നല്ല രീതിയിൽ നോക്കാമെന്നുള്ള രീതിയിൽ ആ മകൾക്ക് ഒരു അച്ഛൻ എന്നുള്ള രീതിയിലാണ് ഫിറോസിനെ കല്യാണം കഴിക്കുന്നതും. നാട്ടിലൊക്കെ അന്വേഷിച്ച സമയത്ത് നല്ല ചെറുക്കൻ, പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ചെറുക്കൻ എന്നുള്ള ഒരു ബാനർ ആയിരുന്നു ഫിറോസിനെ പറ്റി അന്വേഷിച്ച സമയത്ത് ഇവർ കിട്ടിയത്. അങ്ങനെ ഒരു കല്യാണം നടക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫിറോസിന്റെ ഗുണം മാറുന്നു. ഫിറോസിന് സജിനയുടെ മറ്റേ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ മകളെ ഇഷ്ടമല്ല. സജിനെ ആ കുട്ടിയിൽ നിന്ന് ഡിറ്റാച്ച് ആക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിരുന്നു ഫിറോസ് പിന്നീട് ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി സജിനയുടെ സിസ്റ്ററിന്റെ കൂടെ നിന്നിട്ടായിരുന്നു വളർന്നത്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം സജിന പ്രഗ്നന്റ് ആവുന്നു. ആ ഒരു പ്രഗ്നൻസിക്കും സജിനയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും സജിന പറയുന്നുണ്ട് വീഡിയോയിൽ. അതിനുശേഷം സജിന ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ഡെലിവറി കഴിഞ്ഞ് 3-ാം മാസത്തിൽ ഫിറോസിന്റെ ആദ്യത്തെ അവിഹിതം സജിന പൊക്കുകയാണ്. അതിനെപ്പറ്റി പുള്ളിക്കാരത്തി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, അത് നിങ്ങളത് കേൾക്കുക. വരുമ്പം എന്റെ കുഞ്ഞുണ്ട്, എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദർ ആണ്, പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞു വന്ന വ്യക്തി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ എന്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ ശ്രമിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എന്റെ വീട്ടുകാർ വന്നു, പുതുമോടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നുവിടാന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിന്റെ അടുത്ത് കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിന്റെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു. ഈ ഒരു പ്രശ്നത്തിൽ എന്നിട്ടും ഞാൻ സഹിച്ച് നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ്, ഇനി 2ാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ സത്യം പറഞ്ഞാൽ പലതും മിണ്ടാതിരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് 2 മാസത്തിലായപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഞാൻ എനിക്ക് പ്രഗ്നന്റ് ആയി. ആ സമയത്തും എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് 2ാമതൊരു കുഞ്ഞെന്ന് പറയുമ്പം അവൾക്ക് കൂടി ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ അടുത്ത് സംസാരിക്കാൻ പറയാൻ പോകുന്നത്, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ പെണ്ണ് കാരണം എന്റെ കുഞ്ഞ് നൊന്നുകൊണ്ടിരിക്കുക, ഈ പെണ്ണില്ലായിരുന്നെങ്കിൽ നമ്മളെ ലൈഫ് നന്നായേനെ എന്ന് പറയാനുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഫോണിൽ എനിക്ക് രാത്രിയായപ്പോൾ ഒരു വെപ്രാളം പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ, എനിക്കറിയത്തില്ല അതെന്താണെന്ന് ആ സിറ്റുവേഷൻസ് അനുഭവിച്ചവർക്ക് അറിയാമായിരിക്കും. ഒരു വെപ്രാളം പോലെ വന്നിട്ട് ഞാൻ 2 മണി സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ചുമ്മാ പുള്ളിയെ വിളിക്കുക, കോൾ വെയിറ്റിംഗ്. അപ്പോഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആര് ഈ സമയത്ത്, അപ്പൊ ഞാൻ ചോദിക്കുക, സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുക, ആര് ഈ സമയത്ത്, അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പിടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്, ഒരു സംശയത്തിന്റെ എവിടെയെങ്കിലും ഒരു സാധനം ഇട്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് ആ വിളിക്കുന്നത് എൻ്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. അപ്പൊ ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിന്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സോണിൽ CRM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എൻ്റെ എനിക്ക് ഫോണിന്റെ കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എൻ്റെ ലൈഫിൽ എൻ്റെ വർക്കിന്റെ സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോള് ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാണ് വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞ ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവിടെ വേണ്ടി പോയി ടാബ് മേടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ സംശയം തോന്നുന്നു. അപ്പൊ എന്നോട് നിനക്ക് സംശയം, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതോ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബും കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിങ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവറി ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നില്ലേ, റിക്കവറി ചെയ്തെടുത്ത് ഞാൻ ആ സമയത്ത് മറ്റതിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഒരിക്കലും ഇതെന്റെ തെറ്റിദ്ധാരണ ആയിരിക്കണേ, ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം, വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് വാണ്ടാന്നാലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം, പുള്ളിയെ ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട്, എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത, ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, 2ാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ളൊരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ, അപ്പം ഇന്നലെ അവിടെ ചെന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്, അത്രയ്ക്ക് അഭ്യസമായിട്ടുള്ള വൃത്തികെട്ട വേർഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക.
ഇത് ഞാൻ കണ്ട് തകർന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണം. കുറച്ച് സെക്കൻഡ് ഞാൻ ബ്ലാങ്കായി. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വലിച്ചു തുറന്നു. ഞാൻ കഥ തുറന്നു കൊടുത്തു. ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുക. അവരുടെ വീട്ടുകാരെല്ലാവരും ഓടിയെത്തി. അവരുടെ വീട്ടിലാണ് സംഭവം. വീട്ടിലെത്തി കുഞ്ഞിനെ അവരുടെ വീട്ടുകാരുടെ കൈ, കുഞ്ഞുമ്മയുടെ കയ്യിലൊക്കെയാണ്, അവരുടെ ബന്ധുക്കാരുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ ലൈഫും ഇങ്ങനെ ആയി പോയോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ കുഞ്ഞ് എല്ലാം ഞാൻ ഭ്രാന്തിയാവുക. അപ്പം അവിടെ കുറച്ച് ഇൻസിഡൻസ് നടന്നു. അത് ഞാൻ വേറെ ആരെയും ഫാമിലിയൊന്നും ഞാൻ വിളിച്ചിടുന്നില്ല. അവരൊന്നും അറിയുന്നില്ലല്ലോ കാര്യങ്ങൾ. അവരും പോട്ടെ, സ്വാഭാവികം. മക്കളാവുമ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം. അതെന്തോ ആട്ടെ. അതൊന്നും ഒരിക്കലും അവരൊന്നും ഞാൻ ഇതിനകത്ത് വലിച്ചിരിക്കുന്നില്ല. കാരണം അവരൊക്കെ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ. അതുകൊണ്ട് ഞാൻ അവരാരെയും വലിച്ചിടുന്നില്ല. അവിടെ ഒരു ഇൻസിഡന്റ് നടന്നു. ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ല. എനിക്കറിയില്ല. അവിടെ ഇരുന്നൊരു ബ്ലേഡ് എടുത്ത് ഞാൻ, കാരണം എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. അങ്ങനെയാണ് എനിക്കൊന്ന് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിലൊരു വലിയ പാടുണ്ടായിരുന്നു. 22 സ്റ്റിച്ചുള്ള പാടാണ്. ആ സമയത്ത് ആ ബ്ലേഡ് എടുത്ത് കീറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുമ്മയുടെ ഹോസ്പിറ്റലിൽ, എൻ്റെ കുഞ്ഞുമ്മ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വന്ന് സ്റ്റിച്ചിട്ട് 22 സ്റ്റിച്ച് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആള് ഭയങ്കര കരച്ചിൽ, കാല് പിടിച്ച് മാപ്പ് പറച്ചിൽ, കാര്യങ്ങളെല്ലാം വന്ന് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല വാവയെ, വാവയെന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. വാവയെ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല, വാവയെ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി, വാവയെ മറ്റേതാ മറിച്ചതാ, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കാല് പിടിച്ച് കരഞ്ഞ് ഞാനത് സോൾവ് ചെയ്തു. ഓക്കെ, സമാധാനം. പറയുന്നത് ശരിയായിരിക്കാം, കേട്ടിട്ട് ശരിയാണെന്നാണ് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊച്ചിന് ജന്മം നൽകി കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണ്. അതും 3 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ആ സമയത്ത് കയ്യിൽ 20 സ്റ്റിച്ച് ഇടുന്ന ഭാഗത്തിന് മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു പ്രവൃത്തി സജിന ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അത്രയും വലിയൊരു റീസൺ ഉണ്ടായിരിക്കണം. ആ റീസൺ എന്തായാലും ഇത് തന്നെ ആയിരിക്കണം. എന്താണെങ്കിലും ആ ഒരു ആദ്യത്തെ ഇൻസിഡന്റ് കാലൊക്കെ പിടിച്ച് ഫിറോസ് മാപ്പൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ എറണാകുളത്തോട്ട് മാറുകയാണ്. അവിടെ വെച്ചും ഒരു സ്ത്രീയുമായിട്ട് ഇവൻ റിലേഷൻഷിപ്പ്, അതും പൊക്കുന്നു. ആ പെണ്ണുമായിട്ടും സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീടും ഒരു റിലേഷൻഷിപ്പ്, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ കോസ്റ്റ്യൂം ഡിസൈനറുമായിട്ട് അങ്ങാണ്ടാണ് റിലേഷൻഷിപ്പ് ആയെന്ന് പറയുന്നു. അതും സജിന പൊക്കുന്നു. പിന്നീടും സജിന ആദ്യം ചെയ്ത പോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ട്രൈ ചെയ്യുന്നു. ആ കാര്യവും ക്ഷമിച്ച് ഇവർ പിന്നീടും ലൈഫ് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ ഒരു 6 മാസം ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അടിച്ചു പിരിഞ്ഞ് രണ്ടുപേരും ഒരു 6 മാസം പിരിഞ്ഞു പോയതാണ്. പിന്നീട് ഇവർ ജോയിൻ ആയതാണ്. ഇവിടെ മെയിൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സെക്കൻഡ് മാരേജ് ആവുന്ന സമയത്ത്, ആദ്യത്തെ ഒരു മാരേജോ ഫ്ലോപ്പ് ആയി പോയി, സെക്കൻഡ് മാരേജും കൂടെ ഫ്ലോപ്പ് ആവുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ഇത് വരും. നാട്ടുകാരെടുത്തും വീട്ടുകാരെടുത്തും ഒക്കെ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഈ 2 മാരേജും ഫ്ലോപ്പ് ആവുന്നത് നമ്മുടെ കാരണത്താൽ അല്ലെങ്കിൽ പോലും കാണുന്നവർ വിചാരിക്കും അവിടെ കുഴപ്പമാണെന്ന്, അല്ലെങ്കിൽ അവൻ്റെ കുഴപ്പമാണെന്ന്. അതുകൊണ്ട് പലപ്പോഴും അവര് ഇതിനകത്ത് കടിച്ചു തൂങ്ങി അങ്ങ് നിൽക്കും. ഈ 2-3 ഇൻസിഡൻസ് നടന്നിട്ടും മേ ബി അതുകൊണ്ടായിരിക്കണം സജിന ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്നിട്ടുള്ളത്. എന്നാലും ഫിറോസ് അവിടം കൊണ്ടൊന്നും ഫിറോസിന്റെ പരിപാടികൾ നിർത്തിയിട്ടില്ലായിരുന്നു എന്നാണ് സജിന പറയുന്നത്. പിന്നീടും ഇവൻ പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ പറയുന്നത്, അതൊരു അലിഗേഷനാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഇവൻ കൊണ്ടുപോയി പരിപാടി നടത്തിയിട്ടുണ്ട്. അത് ആ പെണ്ണിന്റെ സമ്മതത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും അത് കുറ്റമാണ്, പോക്സോ കേസാണ്. അതിനെപ്പറ്റി സജിന പറയുന്ന വീഡിയോ ആണെന്ന് വെക്കാം. എനിക്ക് ഒരാള് ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എന്റെ പേരിൽ ഒരിക്കലും എന്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ, എന്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാ, ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എന്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എന്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പേര് വെളിയിൽ വരാതെ ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ കാര്യം തിരക്കി കണ്ട് ലീഗലി ഇവന്റെ വെളിയിൽ ഒരു മൈനർ കേസിന് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം വെളിയിൽ വരണം. ഇനി എനിക്ക് നാണക്കേടും, എനിക്കും എന്റെ കുഞ്ഞിനെ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല. അതും ഞാൻ ലീഗലി കൊടുത്തിട്ടുണ്ട്. അത് മൂവ് ചെയ്യട്ടെ. അത് സത്യാവസ്ഥ എന്താണെന്ന് ഈ ലോകം അറിയട്ടെ. ഇവന്റെ തെണ്ടിത്തരം വെളിയിൽ അറിയണം.
അങ്ങനെ ഇതുപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് സജിന ഇവന്റെ പേര് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞത് സീരിയസ് അലിഗേഷൻ ആണ്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും ഇവനെ ഈ മാതിരി ചെറ്റത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ പേരിൽ കേസ് എടുക്കുകയും ഇവനെ പിടിച്ച് അകത്തിടുകയും ചെയ്യേണ്ടതാണ്. സജിന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുന്ന മുമ്പേ ഇൻസ്റ്റാഗ്രാമിൽ അടുത്ത വീഡിയോ അണ്ണന്റെ വക ഇടുന്നതാണ്. ഇത്രയും വലിയ അലിഗേഷൻസ് പറഞ്ഞിട്ട് ഇത് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു പോലും ഫിറോസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോയോ പോസ്റ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിനകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ പറ്റി ഇവന്റെ പേര് ചേർത്ത് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിടാം, അതൊന്നും മൈനറോ ഒന്നുമല്ല. പക്ഷെ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. അതും ഇവന്റെ മകൾക്ക് ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായ മകൾക്ക് 17 വയസ്സ്. ആ പെൺകുട്ടിയുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇവൻ കൊണ്ടുപോയിട്ട് ഈ മാതിരി പരിപാടി ചെയ്തതെന്ന് വന്നിട്ട് മുൻ ഭാര്യ സജിന വന്ന് പറയുന്നത്. അപ്പം അതിന് പ്രോപ്പർ ആയിട്ടൊരു എക്സ്പ്ലനേഷനും അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും ഫിറോസിനുണ്ട്. പക്ഷെ ഫിറോസ് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നും അറിയുന്നില്ല. ബാക്കിയുള്ള പോസ്റ്റും കൂടെ ഡിലീറ്റ് ആക്കി പോയതല്ലാതെ ഒരക്ഷരം പോലും ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല. അണ്ണൻ ഇപ്പൊ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടുണ്ട്, ദെയർ പവർ ഓഫ് പ്രൈവസി എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് പ്രൈവസി ഇല്ല, പെണ്ണുങ്ങൾക്ക് പ്രൈവസി ഉണ്ട്. ആ പ്രൈവസി കൊണ്ട് നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല എന്നുള്ള തരത്തിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. വാട്ട് എവർ, ഇത് പോലീസ് അന്വേഷിക്കണം. എന്തെങ്കിലും പറഞ്ഞതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ഇവനെ തൂക്കിയെടുത്ത് അകത്തിടണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി ഇവന്റെ മുകളിൽ പറഞ്ഞേക്കുന്ന നെക്സ്റ്റ് അലിഗേഷൻ അതൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റുമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവന് അവളെ യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കണം, എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നറിഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട് കയറിയത് വരും. അതേ ആരുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്? ഇത് മാത്രമല്ല, ഒരു 6-7 കൊല്ലം മുമ്പ് സൂര്യ ടിവിയിൽ കോവിഡിന്റെ ഒക്കെ സമയത്ത് സൂര്യ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറെ സിനി ആർട്ടിസ്റ്റും ഡാൻസേഴ്സും സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് അത്യാവശ്യം തിളങ്ങി നിന്ന കുറെ ആളുകൾ കപ്പിൾസ് ആയിട്ട് വന്നിട്ട് പരിപാടി നടത്തുന്ന പരിപാടി. അതിനകത്ത് ഈ സജിന ഫിറോസും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സൂര്യ ജോഡി നമ്പർ 1 നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എപ്പിസോഡ്സ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്, അത് കിടപ്പുണ്ട്. അതിനകത്ത് ആ കൂട്ടത്തിലെ ഒരു പെണ്ണുമായിട്ട് ഫിറോസിന് ബന്ധമുണ്ടായിരുന്നു എന്നും ആ ലൊക്കേഷനിൽ വെച്ച് തന്നെ ആ പെണ്ണിനെ ഫ്രഞ്ച് കേസ് അടിക്കുന്നത് ആ ലൊക്കേഷനിലുള്ള ബാക്കിയുള്ള ആൾക്കാരടക്കം ഇവരെല്ലാവരും കണ്ടതാണെന്നും അന്നത് വലിയ പ്രശ്നമായി മാറിയതെന്നും സജിന ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിന് ശേഷം അയാൾ തലയിലായെന്ന് അറിയുമ്പോൾ ഇയാളെ നൈസിന് അവരെയും തേച്ചു. അവരും മാനസികമായിട്ട് ഇപ്പം ദുബായിലും കണ്ട. അത് കഴിഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി അങ്ങനെ കുറെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട് ഷിയാസിന്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാൾ ഭയങ്കര അഫെയർ ആയിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, ആ കഥയിലുള്ളതാണ് തന്നെയാണ്. ആ പുള്ളിക്കാരി ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണുങ്ങളുമായിട്ട് ഇയാള് ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി അയാള് ചതിച്ചു പോയ. ആഫ്റ്റർ ഞങ്ങള് മാറി നിന്നതിന് ശേഷം ഇപ്പം വരെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സ് ആകാനുള്ള കാരണം ഇയാൾ എനിക്ക് ഡിവോഴ്സ് തരുന്നതുമില്ല. ഇപ്പോൾ ഇല്ലീഗൽ മാരേജ് ആണ് ഇയാൾ എന്നെ ചെയ്തേക്കുന്നത്. അത് ഇത്തിരി ഒന്ന് ഞാൻ മറന്നുപോയി, അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. ഞാൻ സൂര്യജോഡി നമ്പർ 1 എന്ന് പറഞ്ഞാൽ സൂപ്പർ ജോഡിയാണോ സൂര്യജോഡിയാണോ എന്നോട് നമ്മളുടെ ബഷി അങ്ങനെ അവരെല്ലാം ഉള്ള സീസൺ എനിക്ക് തോന്നുന്നു. അതിനകത്ത് കുറെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മളുടെ ബിഗ് ബോസിലെ നമ്മളുടെ ജിഷിൻ ചേട്ടനുണ്ടായിരുന്നു, പ്രമോദേട്ടനുണ്ടായിരുന്നു. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. സൂര്യജോഡിയാണോ സൂപ്പർ ജോഡിയാണോ അതിന്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ദിവസം എല്ലാവരും അതിനകത്തുള്ളവരെല്ലാരും കൂടെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്ക് ഒരു ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാൾ ഇനി പറഞ്ഞുണ്ടാക്കി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇതിനൊന്നും തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വായാൽ പറയുന്ന കാര്യങ്ങളെ നമ്മളെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു തെളിവാണ്. ആ ഇൻസിഡന്റ് പോലും ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പാർട്ടിക്ക് ഇരിക്കുന്നു. ഇതിന് ഞങ്ങൾ എല്ലാവരും കൂടെ രസമായിട്ട് തമാശ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസുകൾ കുടിക്കുന്നു, ആണുങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാർ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എക്ടിക്സ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡന്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും കൂടെ മിക്സ് ഓഫ് ആയിട്ടിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു. അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനകത്ത് ആൾക്കാർ വേറെ അനാവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്തുള്ള ആൾക്കാരെല്ലാം
ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇനിയിപ്പോ ഞാൻ സിഗരറ്റ് വലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആൾക്കാരെ കൂട്ടി പറയണ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോന്നു വരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞാൽ നമ്മളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നപ്പം ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുപക്ഷെ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു ആ ഇൻസിഡന്റ്. എല്ലാരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കും. അപ്പൊ ഞാൻ ഇതെന്താ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണാം ബാത്റൂമിന്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിക്കുന്നു. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പൺ ആയി കിടക്കുന്നത് ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മുടെ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്കവിടെ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് എടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ചു നേരം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇതെന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്ക് ആയിട്ട് പെട്ടെന്ന് സാടി പോയി ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കിടന്നു ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടിച്ച് കിടന്നു. അതായത് കെട്ടിപ്പിടി ഫ്രണ്ട്സ് അടിച്ചുകൊണ്ടിരിക്കും അവര്. ഇതെല്ലാം ചെയ്തിട്ട് അവിടുന്ന് ഞാൻ ഇറങ്ങി ലാസ്റ്റ് മൃദുല എന്റെ കൂടെ വർക്ക് ചെയ്ത അമ്മുന്റെ കൂടെയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ ശരിയാണോ ഇല്ലയോ നമുക്കറിയില്ല. ഇത് ശരിയാണെങ്കിൽ നമ്മൾ മുൻപ് കണ്ട ലല്ലുംബിയെക്കാളും രാഹുൽ മാങ്ങണ്ടിയെക്കാളും വലിയ കില്ലാടിയാണ് ഫിറോസ് ഖാൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. ആൻഡ് ഇവൻ ചെയ്തിരിക്കുന്ന വേറൊരു തൊട്ടി പരിപാടിയും കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജെന്യൂനായിട്ടുള്ള കാര്യമാണ്. ഇവൻ ആദ്യം കല്യാണം കഴിച്ച ആ ഒരു സ്ത്രീയെ ഡിവോഴ്സ് ആക്കാതെയാണ് ഈ സജിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതിനകത്തൊരു 17 വയസ്സുള്ള ഒരു പെങ്കൊച്ചുണ്ട്. അതിനെ ഒരു രീതിയിലും അവൻ നോക്കുന്നില്ല. ഒരു വട മിഠായി പോലും അതിനെ ഇതുവരെ മേടിച്ചു കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ നോക്കാൻ അറിയത്തില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും അലിഗേഷൻസ് ആണ് സജിന ഫിറോസിന് അഗനിസ്റ്റ് ആയിട്ട് ഈ വീഡിയോയ്ക്കകത്ത് വന്നിരുന്ന് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഫിറോസിനെ ഡിവോഴ്സ് ചെയ്തു, അതിന്റെ റീസൺ. ആൻഡ് റസൂൽ പൂക്കുറ്റിയും സജിനയും തമ്മിൽ എങ്ങനെയാണ് കണ്ടുമുട്ടിയെന്നും ഇവരുടെ ഡിവോഴ്സും പൂക്കുറ്റിയുമായിട്ടും യാതൊരു ഇതിന് ബന്ധമില്ലെന്നും സജിന ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ പുള്ളിക്കാരത്തി പറയാൻ നിങ്ങളൊന്ന് കേൾക്ക്. അതിനകത്ത് മെയിൻ രൂക്ഷമാവാൻ കാരണം ഞാനിത് വേണ്ട എന്ന് പൂർണ്ണമായിട്ട് വെക്കാൻ കാരണം ബിഗ് ബോസിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, ബിഗ് ബോസിൽ പോയ ആൾക്കാർക്ക് അറിയാം, നമ്മളുടെ ഒരു മൂന്നാഴ്ചത്തെ പേയ്മെന്റ് ആദ്യമേ നമ്മുടെ അക്കൗണ്ടിൽ വീഴും. അപ്പൊ ഞാൻ എന്റെ അക്കൗണ്ട് എടുത്ത് എന്റെ ഉമ്മയുടെ കൈ കൊടുത്തിട്ടാ പോയത്. കാരണം ചെലവിന് എന്തെങ്കിലും കൊടുക്കട്ടെ. ആ സമയത്ത് ഞാൻ കുറച്ച് സ്ട്രോങ് ആയി വന്നു. ഞാൻ കുറച്ച് എന്റെ ഉമ്മയുടെ ചെലവിന് പിള്ളേർക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി കൊടുക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്റെ ATM എടുത്ത് ഉമ്മയുടെ കൊടുത്തിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് പൈസ വരുമ്പോൾ നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യണം. കാരണം 2 കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് മാത്രമല്ല 2 കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് പോയ സാധനം തിരിച്ചു വന്നപ്പോൾ ഒരു 10,000, 20,000, 25,000, 30,000 നടും കറക്റ്റ് 30,000 രൂപയ്ക്കകത്തുനിന്നാണ്ട് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. അത് തക്കതായ കറക്റ്റ് തെളിവ് എന്റെ വീട്ടുകാർ പറയുന്നുണ്ട്. എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 30,000 രൂപ ചെലവിനായിട്ട് ഒരു 10, 15 രൂപ പോയിട്ടുണ്ട്. ഡ്രസ്സിനും കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ് ഫിറോസ് അങ്ങ് ടോർച്ചറിങ് തുടങ്ങി. നിന്റെ വീട്ടുകാരെടുത്ത് നശിപ്പിച്ചു, നിന്റെ വീട്ടുകാർക്ക് നിന്റെ മൂക്ക് മറ്റേന്ന് മറിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് ടോർച്ചറിങ് തരാൻ തുടങ്ങി. എന്നിട്ടും ഞാനിതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പൈസയൊക്കെ കൊടുത്തു. ഈ സമയത്ത് നമുക്ക് മെന്റലി കുറച്ച് ഞങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നു. പോട്ടെ, ഞാൻ ഓർത്ത് കുഞ്ഞിന് വേണ്ടി പിന്നെയും സഹിക്കാം. പ്രോഗ്രാം വരുന്നു, ഞാൻ സീരിയലിൽ ചേർന്നു. സീരിയലിൽ കയറുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സീരിയലിൽ തന്നെ ഇപ്പം സീരിയലിൽ എന്നോട് നിൽക്കുന്ന ടീമിനെല്ലാം മനസ്സിലാവും. ഇഷ്ടം മാത്രമല്ല പ്രണയവരണം എന്ന് പറഞ്ഞ സീരിയൽ അവരുടെ എല്ലാവർക്കും അറിയാം. അവർക്കൊക്കെ അറിയാം ഈ പുള്ളിക്കാരൻ വന്ന് എൻ്റെ കൂടെ ഇരിക്കും. സംശയമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതോ പോരട്ടെ, എന്നെ സംശയമാണ്. ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴും ഞാൻ പറയും ലിക്ക എന്നെ ഭയങ്കര കാര്യം അതുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ അപ്പോഴും എനിക്ക് നാണയക്കട പുള്ളി ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിയല്ലേ നടക്കുന്നത്. അങ്ങനെ കുറച്ച് സംസാരങ്ങൾ അവിടെ നടന്നപ്പോൾ ഞാൻ പറയുമ്പോൾ പുള്ളി പറയും, നീ അവനോട് മറ്റൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, നീ ഇവനോട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, അങ്ങനെ നീ ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ പറയും, ഞാനല്ല ഫിറോസ് ഇതൊന്നും ചെയ്തിട്ടുള്ളത്, നിങ്ങളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്നെ തലയിലാക്കരുതെന്ന് പറഞ്ഞു അവിടുന്ന് വഴക്കിൽ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് സമാധാനമില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിവോഴ്സിലാവാന്നുള്ള തീരുമാനം എത്തി. അങ്ങനെ നമ്മൾ പിരിഞ്ഞു നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവനെ പിരിഞ്ഞ് ഞങ്ങൾ മാറി നിന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂവിനെ വിളിച്ചിട്ട് ഇവൻ പറയുന്നു, നീ അവനോട് പച്ചയ്ക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നീ അവൻ്റെ കൂടെ കിടക്കുകയല്ലേടി, നീ അവരെ വിളിച്ചിട്ട് പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് എനിക്ക് പല വർക്കുകൾ പോലും പോയിട്ടുണ്ട്. കാരണം ഇതെനിക്ക് പുറത്ത് പറയാൻ പറ്റാതെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരും പേടിച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് ലാസ്റ്റ് എനിക്ക് വർക്ക് തന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ആർക്കും പറയുന്നില്ല. ഈ പറയുന്ന തെറ്റ് എൻ്റെ കയ്യിലാണെങ്കിൽ
ഒരു കോമൺ സെൻസ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ സമയത്ത് ഈ പറയുന്ന ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, തൊട്ടുപുറകെ ഇയാൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഇയാൾ വെച്ചേക്കുവോ, ഇയാൾ ഇതെല്ലാം വന്ന് വിളിച്ച് പറയത്തില്ല ഇയാള്. എനിക്ക് അങ്ങനെ ഒരു സാധനം ആ പുള്ളി എനിക്ക് ഇനി തെളിയിക്കാൻ എനിക്ക് ആകെപ്പാടെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ. ഞാനും പുള്ളിയായിട്ട് നമ്മളിപ്പോൾ പൊങ്ങച്ചത്തോടെ പറയും, ഈ പുള്ളിക്കാരനെ ഇത്ര വർഷമായിട്ട് എനിക്ക് പരിചയമാണ്, ഇത്ര വർഷം അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഞാൻ 4 വർഷമോ 5 വർഷമോ 10 വർഷമോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. 10 വർഷം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അത് പിടിച്ചൊന്നും ആൾക്കാരുടെ അടുത്ത് പറയല്ലേ ദൈവം. ഇന്നത്തെ പറയുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. 4 വർഷത്തെ പരിചയം ഒന്ന് പറഞ്ഞു കാണുമായിരിക്കാം. ആ സാധനം ഞാൻ തെളിവ് കാണിക്കാം. ഒറ്റ എന്നൊരു മൂവി സമയത്ത് ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്ന ആ സമയത്ത് അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ഒരു കൂട്ടുകാരി പാടിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയുടെ ഇതിനകത്ത് ഞാൻ കൂടെ പോയ സമയത്ത് ആ സമയത്ത് പുള്ളിക്കാരനെ ഒന്ന് കണ്ടിരുന്നു. ഞാൻ സാറിന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് പുള്ളിക്കാരി പാട്ട് പറഞ്ഞ് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല പുള്ളിക്കാരനടുത്ത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്നെ ആ ഒരു ക്യാരക്ടറിന്, അതായത് ലാസ്റ്റ് സ്കെയിലിൽ ഒരു ആ സിനിമ കാണുന്നവർക്കറിയാം, അവസാന സ്കെയിലിൽ ഞാനൊരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് ഇൻഡിഗോടെയല്ല, എയർ ഇന്ത്യയോ എയർ എക്സ്പ്രസോ അതിൻ്റെ നടുരു എയർ ഹോസ്റ്റസ് ആയിട്ട് ചെയ്യാനായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പം എന്നെ വിളിക്കുന്നത് കോൺടാക്ട് ചെയ്യുന്നത് അവൾക്ക് മെസ്സേജ് ആയിട്ട്, അവളുടെ കയ്യിൽ ആ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അവൾ നാട്ടിൽ വരട്ടെ, നാട്ടിൽ വന്ന ഉടനെ അതിന് സ്ക്രീൻഷോട്ടും ഡേറ്റും എല്ലാം ഞാൻ കാണിച്ചു തരാം, ആ ഇയർ കാണിച്ചു തരാം. അന്നേരം പുള്ളി ചോദിക്കുന്നു, ആ കൂടെ വന്ന കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. എൻ്റെ നമ്പർ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയാൻ വേണ്ടി നീ കൊടുത്ത് അയച്ചേക്ക്, നീ അയക്കും. ഞാൻ അങ്ങനെയാണ്, കാരണം ഇതിൻ്റെ സമയത്ത് ഞാൻ ഡിപ്രഷൻ അടിച്ച് കുറേ പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ നീ കൊടുത്തേക്കെന്ന് പറയുന്നു. അവളാണ് ഈ നമ്പർ കൊടുക്കുന്നതും. ആ സിനിമയുടെ സമയത്താണ് ഞാൻ പുള്ളിയെടുത്തൊന്ന് സാറിന് വിളിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം ലൈഫിലുണ്ടായ പ്രശ്നങ്ങളോട് നല്ല ഫ്രണ്ട്ഷിപ്പായി. ആ സാധനമാണ് ഈ 4 വർഷം മുന്നേ 10 വർഷം മുന്നേ ഞാൻ എന്റെ ജീവിതം തകരാൻ ഈ പുള്ളി കാരണമാണെന്നുള്ള സാധനം സ്ക്രിപ്റ്റിൽ ഉണ്ടാക്കിയത്. ഡിവോഴ്സ് ആവാനുള്ള മെയിൻ റീസൺ സംശയരോഗം. സജിനയെ സംശയിക്കാൻ തുടങ്ങി. 2, സജിനയുടെ വർക്ക് പ്ലേസിൽ വരെ വന്നിരുന്നിട്ട് അലമ്പുണ്ടാക്കുന്നു. പലരുമായിട്ട് സജിനയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് വർക്കുകൾ വരെ നഷ്ടപ്പെട്ടു, ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഈ കാരണത്താലാണ് സജിന ഫിറോസിനെ ഡിവോഴ്സ് ആക്കാനുള്ള റീസൺ എന്നാണ് സജിനയുടെ വാദം. ആൻഡ് റസൂൽ പൂക്കുറ്റിയുടെ വരവിനെ പറ്റി സംസാരിക്കാം. ഇവർ ബിഗ് ബോസ് സീസൺ 3 വൈൽഡ് കാർഡ് എൻട്രി നടത്തിയ ടീംസാണ്. ബിഗ് ബോസ് സീസൺ 3 2021 ഫെബ്രുവരി 14 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർ അതിനകത്തോട്ട് വന്ന് എവിക്റ്റ് ആയി പോകുന്നത് ഏപ്രിൽ 13. സജിന ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി 7 മാസത്തിന് ശേഷം ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി ഡിവോഴ്സ്ഡ് ആയെന്നല്ല, ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു മാറി. വിച്ച് മീൻസ് 2002 തുടക്കത്തോടു കൂടി ഇവർ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്നു എന്നാണ് സജിന പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ആൻഡ് രണ്ടാമത്തെ കാര്യം, റസൂൽ പൂക്കുറ്റി ഒരു സിനിമ, പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷനിലുള്ള ഒരു സിനിമ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ എന്നാണ് ആ സിനിമയുടെ പേര്. ആസിഫ് അലി നായകനായിട്ടുള്ള പടമാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സജിനയെ ആദ്യമായിട്ട് റസൂൽ പൂക്കുറ്റി കോണ്ടാക്ട് ചെയ്യുന്നതും അവിടെ നിന്നാണ് ഇവരുടെ സൗഹൃദം ആരംഭിച്ചതെന്നും ഈ ഒരു വീഡിയോയിൽ സജിന പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് തുടങ്ങി എന്ന് അവസാനിച്ചു എന്നുള്ള കാര്യം കൂടെ നോക്കാം. സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് 2022 ഏപ്രിൽ 25 ഈ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഡെങ്കി ഫീവർ അടിച്ചിട്ട് ഷൂട്ടിംഗ് മുടങ്ങുകയുണ്ടായി. അത് നല്ല രീതിയിൽ ഡിലേ ആവുകയുണ്ടായി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാരണം 2023 മിഡോടുകൂടിയാണ് ഈ ഒരു സിനിമ കംപ്ലീറ്റ് ആവുന്നത്. എന്നിട്ട് 2023 ഒക്ടോബർ 27 ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ആവുന്നു. ഇവര് ഡിവോഴ്സ് ആയി എന്നുള്ള വാർത്ത പുറത്തോട്ട് വരുന്നത് 2023 ഡിസംബർ 5 വിച്ച് മീൻസ് ഈ സിനിമ റിലീസ് ആയതിനു ശേഷമാണ്. ഈ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കുന്ന സമയത്ത് സജിന ഈ ഒരു 7 മാസത്തെ കണക്ക് പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ റസൂൽ പൂക്കുറ്റിയെ പരിചയപ്പെടുന്ന സമയത്തും ഇവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുന്ന സമയത്തും ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ലൈഫിൽ ഇല്ല. ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ മാത്രം. പിന്നെ ഒരു കാര്യം, ഇവറ്റകളെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല. അതും കൂടെ ഞാൻ ഒന്ന് ബ്രാക്കറ്റിലിട്ട് പറയുകയാണ്. ഈ പറഞ്ഞതൊക്കെ സജിനയുടെ മാത്രം വെർഷനാണ്. ഇതിനകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ വെർഷൻസ് പറയാനുണ്ടാവും. പൂക്കുറ്റിയാണെന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വെടിക്കുറ്റിയായിരിക്കും പുള്ളി പറയുന്നത്. അത് ഇതൊന്നും ആയിരിക്കത്തില്ല. ഞാൻ കേട്ടേക്കുന്ന വേറൊരു സാധനമൊക്കെ ഉണ്ട്. അതൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. എന്താ പൈസ ചോദിച്ചെന്നോ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നോ എന്തൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പറഞ്ഞു വന്നത് സജിന ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഫിറോസുമായിട്ട് ബന്ധമുള്ള സമയത്തല്ല പൂക്കുറ്റി കയറി വരുന്നത്. അപ്പം അതല്ല ഡിവോഴ്സിനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണമല്ലോ, ഈ ഫിറോസ് ഇമാതിരി തൊട്ടിത്തരങ്ങൾ ഇത്രയും സ്ത്രീകളെടുത്ത് അവിഹിതത്തിന് പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ് ഇവനെ പോലുള്ള ഒരുത്തിനെ അടിച്ച് വെളിയിൽ കളയാൻ. അത് പൂക്കുറ്റിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായതിന്റെ പേരിലാവണമെന്നില്ല. ഇവനെ ഡിവോഴ്സ് ചെയ്യാൻ ഒരു 100 റീസൺസ് ഈ പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തന്നെ ധാരാളം. പൂക്കുറ്റിയെണ്ണം തന്നെ വേണമെന്നില്ല. പിന്നെ
ഇതിനകത്ത് വേറൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കുറ്റി മാരീഡ് ആണ്, പൂക്കുറ്റിക്ക് ഒരു ഭാര്യയുണ്ട്. സത്യത്തിൽ എവർക്കൊക്കെ എഗനിസ്റ്റ് ആയിട്ട് ആ സ്ത്രീയാണ് വരേണ്ടത്. പൂക്കുറ്റിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പൂക്കുറ്റിയും ഒരു വൈഫിനെ വെച്ചിട്ടാണ് ഇവരുമായിട്ട് ഉടായ്പിന് പോയേക്കുന്നത്. പറഞ്ഞു വന്നപ്പോ എല്ലാ എണ്ണവും കണക്ക് തന്നെ. വന്നവനും കണക്കാ, നിന്നവനും കണക്കാ, അവളും കണക്കാ, ഇവളും കണക്കാ, എല്ലാ എണ്ണവും കണക്ക് തന്നെ. മറ്റേ നമ്മുടെ പശുമ്പിയിൽ അല്ലൂമ്പിന്റെ വേറൊരു കൈൻഡ് ഓഫ് അപരാധമാണ് ഇത്. ഈ അപരാധങ്ങൾക്കിടെ പെട്ടുപോയേക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. അവരുടെ കാര്യമാണ് സത്യത്തിൽ ആലോചിക്കും പരിതാപകരം എന്ന് തോന്നുന്നത്. അവരുടെ അവസ്ഥ, ആ പിള്ളേരുടെ അവസ്ഥ. സജിനയ്ക്ക് ഒരു മകളുള്ളതാണ്, ഫിറോസിനൊരു മകളുള്ളതാണ്. അതിനെ ഇവൻ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും ആ കുട്ടിയുടെ തന്ത യവനാണല്ലോ. പിന്നെ ഈ സജിനയ്ക്കും ഫിറോസിനോട് ചേർന്നൊരു ചൈൽഡ് ഉള്ളതാണ്. 3 പിള്ളേരാണ് ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് അനുഭവിക്കുന്നത്. പിള്ളേരെ മാന്യമായിട്ട് നോക്കാൻ കഴിവില്ലെങ്കിൽ, അവർക്കൊരു നല്ല സമാധാനപരമായിട്ടുള്ള ജീവിതം സ്വന്തം കാലം നിൽക്കുന്നത് വരെയെങ്കിലും കൊടുക്കാനുള്ള കഴിവില്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. നീയൊക്കെ സഫർ ചെയ്താൽ പോരെ, എന്തിനാണ് ഈ പിള്ളേരെയും കൂടെ സഫർ ചെയ്യിപ്പിക്കുന്നത്? നിന്റെയൊക്കെ തൊലി റബ്ബർ ഷീറ്റുകൾ ഉണ്ടാക്കിയതായിരിക്കും, അതുകൊണ്ടാണല്ലോ വലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പിള്ളേർ അങ്ങനല്ല, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഇതൊക്കെ പിള്ളേർ കണ്ടു വളരുമ്പോൾ ബാക്കിയുള്ള പിള്ളേർ വന്നിട്ട് കളിയാക്കും, നിന്റെ അമ്മ ഇങ്ങനെയാണ്, നിന്റെ അച്ഛൻ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ. അത് എന്തുമാത്രം ട്രോമയായിരിക്കും ആ പിള്ളേർക്ക് ഉണ്ടാക്കുന്നത് നീയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അതാ പറഞ്ഞത്, മര്യാദയ്ക്ക് നോക്കാൻ കഴിവില്ലെങ്കിൽ ഉണ്ടാകാൻ നിൽക്കരുത്. നിർത്തിയിട്ട് പോടേ. എന്തിനാടെ സ്വയം തീട്ടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ് നാറാൻ നിൽക്കുന്നത്? ഇത് നാറുവാണെങ്കിൽ സീരിയസ്ലി സജിനയും നാറും, ഫിറോസും നാറും. ആരും അത്ര നല്ല കുഞ്ഞുങ്ങളൊന്നും അല്ല. എല്ലാണോ നാറും, ഓരോന്നോരോന്ന് എക്സ്പോസ് ആവും, ഉറപ്പാണ്. അതുകൊണ്ട് കൂടുതൽ നാറുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അപ്പൊ ശരി, ബൈ.